കുളത്തിൽ നിറഞ്ഞ് താമരപ്പൂ. ഏവൻ പറഞ്ഞ് ആറ്റുവ ദേവി എനിക്ക് ബാധകമല്ല. ഞാൻ പൂ മാറ്റോണ്ട് ഇനി പോന്നു. ഇവിടെ പൂ കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിലെ ഞാൻ പോയപ്പോൾ ആ സ്ഥാനം എല്ലാം വേറെ മുട്ടപ്പായൽ ഒരു താമര പോലുമില്ല. ദേവി എല്ലാവർക്കും വേണ്ടുന്ന ദേവിയാണ്. എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വലിയ ഒരു ചതി ചെയ്തു. ഈ ചതി ചെയ്ത ആ വീട് ഇന്നെല്ലാം അവര് പൂട്ടിയാണ്. അമ്മേ, ഇതേ ഇപ്പൊ ഇവിടെ എങ്ങനെ രാവിലെ നടന്നു വരുമോ? ഞാനിവിടുന്ന് നടന്നാണോ വരിക? ബസ്സിൽ വരും. ബസ്സിൽ വന്നിട്ട് എവിടെ ഇറങ്ങും? കമലേശ്വരത്ത് ഇറങ്ങും. ഏതാണ്ട് 2 കിലോമീറ്ററോളം കാൽനടയെ സഞ്ചരിച്ചാണ് അമ്മ വരാറ്. കമലേശ്വരത്ത് ഇറങ്ങി അവിടെ നിന്ന് നടക്കും ഇവിടെ വരാം. ഇതുവരെ മുടങ്ങിയിട്ടില്ല. എല്ലാ വർഷവും വരും. എല്ലാ വർഷവും വരും. എനിക്ക് ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. ദേവിയെ തൊഴുന്നവരാരും ഇതുവരെ തോറ്റിട്ടില്ല. ദേവിയെ തൊഴുന്നവരാരും തോറ്റിട്ടില്ല. എന്റെ കുടുംബം എല്ലാം വലിയ പൊങ്കാല അർപ്പിക്കുമ്പോൾ അത് വ്യക്തമായി അറിഞ്ഞതാണ്. പുക കൊണ്ട് ഒരു നിമിഷം മുഴുവൻ ഈ ഒരു ഭൂമി മുഴുവനും മൂടി നിൽക്കുമ്പോഴും മുന്നിലൊരു ദീപനാളം തെളിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. അത് അമ്മയുടെ കാരുണ്യം, അമ്മയുടെ ശക്തി തന്നെയാണ്. ആ ദീപമാണ് വെയിലേൽക്കാതെ അല്ലെങ്കിൽ വെയിലേറ്റാലും തളരാതെ, പുക കൊണ്ട് കണ്ണ് നിറഞ്ഞാലും തളരാതെ ഓരോ സ്ത്രീയെയും പൊങ്കാലയിടാൻ പ്രേരിപ്പിക്കുന്നത്. അവരിലെ പ്രാർത്ഥനകൾ എന്തായാലും ആ പ്രാർത്ഥനകൾക്കുള്ളിലെ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട്, നിഷ്കളങ്കതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഗ്രഹങ്ങൾ അരുളുന്നു ആറ്റുകാൽ ഭഗവതി. ഈ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രഭൂമിയിലെത്തുമ്പോൾ മാതൃദേവോഭവ എന്ന സത്യത്തെ കൂടി നാം അറിയുന്നു. മാതാവ് ദൈവം തന്നെയാണ്. മാതാവിനെ ജഗന്മാതാവ്, പ്രപഞ്ചമാതാവ്, സർവേശ്വരിയായി അംഗീകരിക്കുകയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ കണ്ണകി സാന്നിധ്യമാണ് ഉള്ളത്. അത് നാം പലതവണയും പറഞ്ഞു കഴിഞ്ഞു. ചിലപ്പതികാരത്തിൽ ഇളങ്കോവടികൾ പറഞ്ഞു വെച്ച കണ്ണകി ചരിത്രത്തിന്റെ മുഴുവൻ രൂപവും സമയവുമായാണ് ഇവിടെ കണ്ണകി ദേവി നിലകൊള്ളുന്നത്. കൊടുങ്ങല്ലൂരേക്കുള്ള യാത്രാ മധ്യയാണ് ഭഗവതി ഇവിടെ വന്നു നിന്നത്. ഈ ഒരു വരവിന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് കണ്ണകി ദേവി ചൈതന്യം നിലകൊള്ളുന്ന മറ്റൊരു ക്ഷേത്രഭൂമി മധുര മീനാക്ഷി അമ്മൻ കോവിലിന് അരികിലാണുള്ളത്. ചെലത്തമ്മ ക്ഷേത്രഭൂമിയാണ് അത്. ചെലത്തമ്മ ക്ഷേത്രഭൂമിയിൽ കണ്ണകി ദേവിയുടെ തന്നെ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി നമുക്ക് കാണാനാകുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ആറ്റുകാൽ പൊങ്കാലയുടെ അവസരമെത്തുമ്പോൾ ഈ ക്ഷേത്രഭൂമി ആകെ എല്ലാ മനുഷ്യരെ കൊണ്ടും നിറയുന്നു. അതിൽ ഉയർന്നവരുണ്ടാകാം, താഴ്ന്നവരുണ്ടാകാം, പലതരത്തിൽ ജീവിതത്തിന്റെ സമൂഹത്തിന്റെ പല തട്ടുകളിൽപ്പെട്ടവരുണ്ടാകാം. പക്ഷേ ഇവരെയെല്ലാം ഇവിടേക്ക് നയിക്കുന്നത് ഒരേ ഒരു ശക്തിയാണ്. ഇനി പൊങ്കാലയ്ക്ക് എത്തിയ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ഈ ഒരു പൊങ്കാലയുടെ അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് ADGP ശ്രീ ഹേമന്ത് ചന്ദ്ര സാറിന്റെ ഭാര്യയാണ്. പറയൂ മാം, എത്ര വർഷമായി പൊങ്കാലയുടെ? എനിക്ക് തോന്നുന്നു 20 കൊല്ലത്തിൽ കൂടുതലായി. ഒക്കുമ്പോഴെല്ലാം വന്ന് ഇടുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഹേമേന്ദ്രൻ്റെ ജോലി പ്രമാണിച്ചില്ലാത്ത സമയത്തൊക്കെ മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നമ്മൾ പോയി കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം ഇടുന്നതിനെ പറ്റിയുള്ള ഒരു എല്ലാം ദേവിയുടെ ഒരു ബ്ലെസ്സിങ്. എങ്ങനെയാണ് ആദ്യം വന്നത്? എങ്ങനെയാണ് അറിഞ്ഞോളൂ? ഏതാണ് ആദ്യം? അത് ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ തൊട്ട് എൻ്റെ അമ്മ പോവായിരുന്നു. അപ്പം ഞാൻ ആദ്യം താലപ്പൊലി അങ്ങനെ വെച്ച് തുടങ്ങിയതാ. പിന്നെ എനിക്ക് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ദേവിയുടെ അനുഗ്രഹത്തിൽ പറ്റുന്നുണ്ട്. ഈ വെയിലിന് ഭയങ്കര ശക്തിയാണല്ലോ ഇവിടെ. വെയിലിന് ശക്തിയാണ്. പുക കൊണ്ട് നമുക്ക് ഒരു നിമിഷം വല്ലാതെ ഒരു തോന്നുമല്ലോ. അപ്പൊ എന്താണ് ശരിക്കും നമുക്ക് സ്ത്രീകൾ ഇങ്ങനെ വന്ന് അവർക്ക് ഇവിടെ വന്നിട്ട് ഈ പൊങ്കാലയാകെ അഗ്നിക്കിരയാക്കി അതേ ഭാവത്തിലാണ് ആറ്റുകാലിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തി കിളിയാറിന്റെ തീരത്തെത്തി അമ്മ രൗദ്രഭാവത്തിൽ വരുന്നത് കണ്ട ഉടനെ സ്ത്രീജനങ്ങളും ചെറിയ പെൺകുട്ടികളും ഒത്തുചേർന്ന് അമ്മയെ എന്ന് വിളിച്ച് പൊങ്കാല സമർപ്പിച്ചുവെന്നും അതേ അഗ്നിദേവന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇവിടെ യാഗഭൂമിയാക്കി മാറ്റിയെന്നുമാണ് വിശ്വാസം. അങ്ങനെയാണത്രേ അമ്മ സൗമ്യഭാവത്തിലായത്. അതുകൊണ്ട് ഈ ഉത്സവത്തിന്റെ പൊങ്കാലയ്ക്ക് തൊട്ട് മുൻപുള്ള 2 ദിവസങ്ങളിൽ ഈ ഒരു ശോകത്തിന്റെ അന്തരീക്ഷവും രൗദ്രത്തിന്റെ അന്തരീക്ഷവും ഉണ്ടാകും. പൊങ്കാലയുടെ അന്ന് പ്രഭാതത്തിലും അങ്ങനെ ഒരു ഭാവം തന്നെയാണ് ദേവിക്കുണ്ടാവുക. പക്ഷേ പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും അവരുടെ പൊങ്കാല അടുപ്പിൽ വെള്ളം തിളച്ച് അന്നമിട്ട് പാകം ചെയ്ത് അത് മധുരമിട്ട് പ്രസാദമാക്കി മാറ്റിയത് അല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിക്കുവാൻ എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം പിന്നീട് അകത്തേക്ക് ചെല്ലുമ്പോൾ ദേവിയുടെ മറ്റൊരു ഭാവമാണ് അത്രേ കാണുക. സൗമ്യഭാവത്തിൽ, അതീവ പ്രസന്ന ഭാവത്തിൽ ദേവിയെ കാണുവാനാകും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദേവിയെ കാണേണ്ടത് എന്നൊരു വിശ്വാസമുണ്ട് ഇവിടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ. അങ്ങനെ രൗദ്രഭാവത്തിൽ നിന്ന് സൗമ്യഭാവത്തിലേക്ക് വന്ന ഭഗവതി, മാതൃദേവോഭവ അല്ലെങ്കിൽ ജഗന്മാതാവ്, സർവശക്തി സ്വരൂപിണിയായ ദേവി, ആ ശക്തി വിശേഷത്തെ അടുത്തറിയുക നാം ഇവിടെ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു പിൻബലത്തോടു കൂടി അറിയുകയാണ്. ഇപ്പോൾ നാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭക്തരെല്ലാവരും നിരന്ന് ദേവീ ദർശനത്തിനായി നിൽക്കുകയാണ്. അതിന് തൊട്ട് മുന്നിലായി നമുക്ക് കാണാനാകുന്നത് കുത്തിയോട്ട ബാലന്മാർ. അതും മറ്റൊരു വ്രതാനുഷ്ഠാനത്തിന്റെ വളരെ ചെറിയ ബാലന്മാർ. ഭക്തിയുടെ വിശേഷങ്ങൾ അവർ നന്നേ ചെറിയ പ്രായത്തിൽ അറിയുന്നു എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനെയും അമ്മയെയും വിട്ട് ഇത്രയും ദിവസത്തിന്റെ വ്രതാനുഷ്ഠാനങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് ക്ഷേത്രത്തിലെ ആരൊക്കെയാണോ മുതിർന്നവർ ഉപദേശിച്ചു കൊടുക്കുന്ന മന്ത്രങ്ങളൊക്കെ ഏറ്റുചൊല്ലി അതിൻ്റെതായ രീതിയിൽ ഒരു വേദ പാഠശാലയിൽ എന്നതുപോലെ ഇത്രയും ദിവസം ജീവിച്ചതിന് ശേഷം അവർ ഇന്ന് ദേവിയെ
പ്രാർത്ഥിക്കുന്നവർ, ഉറക്കെ ചിരിക്കുന്നവർ, അങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ ഭക്തിയുടെ, വിശ്വാസത്തിന്റെ ആ ഒരു പ്രത്യേക അവസ്ഥ, ഒരുപക്ഷെ ഉന്മാദത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ശക്തിയുള്ള അവസ്ഥ, ഊർജ്ജത്തെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ, ആ അവസ്ഥയുടെ ശക്തിവിശേഷങ്ങൾ തന്നെയാണ് നാം കണ്ടു മനസ്സിലാക്കുന്നത്. റെഡിയാ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഐശ്വര്യപൂർണമായ രാജഗോപുരത്തിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ അഭിമാനമായ മുദ്രയാണ്. ഈ മുദ്രയിൽ ഓരോരോ കാലത്തിന്റെ, ഒരുപാട് കാലത്തിന്റെ ചരിത്രവും രാജകീയ ചൈതന്യങ്ങളുമൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ എത്തി ഈ നാടാണ് ഭാരതം. ഭാരതത്തിൽ തന്നെ ഋഷിമാർ വരുവാനും